ഇന്ന് സൺഡേ ആയിട്ടും വിനുവിന് ജോലിയുള്ള കാരണം രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. രാവിലത്തെ ചായക്കടിക്ക് അപ്പം ഗ്രീൻ ബീൻസ് കറിയാണ് ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. ഇന്നലെ രാത്രി തന്നെ ഗ്രീൻ ബീൻസ് ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത് നേരെ കുക്കറിലാക്കി നേരെ അടുപ്പത്തേക്ക് വെച്ചുവിട്ട ഗ്രീൻ ബീൻസ് വേവാനായിട്ട്. ഇപ്പുറത്തെ അടുപ്പിക്ക് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മെഴുക്ക് വരട്ടാനായിട്ട്. അങ്ങനെ കറക്റ്റ് 6 മണിയായപ്പോഴത്തേനും പുറത്ത് വെളിച്ചൊക്കെ വന്നു തുടങ്ങി. അപ്പൊ പിന്നെ മീനും എടുത്തിട്ട് നേരെ പുറത്തേക്ക് പോയിട്ടാ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട്. ഇന്നും കിട്ടിയിട്ടുണ്ടായിരുന്നത് മത്തി തന്നെയായിരുന്നേ. കുറച്ച് ഉപ്പിട്ടിരുന്ന് വിനുവിനോട് ചോദിച്ചപ്പോ അവൻ ആ പാത്രം എടുത്തന്നെ കമത്തിട്ടാ. ഇവിടെ എല്ലാവർക്കും ഇങ്ങനത്തെ കുഞ്ഞുമീനുകളാണ് ഇഷ്ടം. അതുകൊണ്ട് ഇവിടെ കൂടുതലും ചാളായില്ല നെത്തോലിയൊക്കെയാണ് മേടിക്കാറുള്ളത്. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് മീൻ എടുത്തിട്ട് അരപ്പ് ചേർത്തിട്ട് തേങ്ങ അരച്ച് കറി വെക്കാനായിട്ട് നേരെ അടുപ്പത്തേക്ക് വെച്ചുട്ടാ. ഇവിടെ റൈസ് കുക്കർ ഉള്ളതുകൊണ്ട് അതിലാണ്ടാ ചോറ് വെക്കണത്. സാധനം എനിക്ക് പെരുത്ത് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഉടനെ തന്നെ ഞാനും ഒരെണ്ണം മേടിക്കുന്നതായിരിക്കും. അങ്ങനെ ചോറിന്റെ കറികളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വെള്ളയപ്പം ചുടാനായിട്ട് തുടങ്ങിയിട്ടാ. അങ്ങനെ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് ഞാൻ നേരെ ലഞ്ച് ബോക്സ് റെഡിയാക്കാനായിട്ടിരുന്നേ. സൈഡിൽ കുറച്ച് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പൊരിച്ച മത്തിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. വേറെ പാത്രത്തിൽ മത്തി കറിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവനെ പറഞ്ഞതിന് ശേഷം ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നേ. അപ്പൊ അത്രയുള്ളൂ ഗൈസ്, ബൈ.